ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സുവിശേഷത്തിൻ്റെ വ്യാപ്തിയാണ്. ഹല്ലേലൂയ. ദൈവനാമം ലോകം മുഴുവൻ പ്രസിദ്ധമായി തീരണം. പ്രൈസ് ഗോഡ്. തെസ്സലോനിക്കർക്ക് തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. അതിനകത്ത് എല്ലാവർക്കും എന്തില്ല? എല്ലാവർക്കും വിശ്വാസമില്ല. പക്ഷെ കർത്താവ് എന്താണ്? കർത്താവ് വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കും. ഏതു വിധേനയും ദൈവത്തിൻ്റെ വചനം പ്രസിദ്ധമായി ചെല്ലത്തക്കവണ്ണം വചനപ്രകാരം നിൽക്കുന്നവന്റെ ജീവിതത്തിൽ സന്തോഷിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതുമായ ചിന്തകളൊക്കെ നമ്മൾ വിട്ടുകളയണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നാം ഉത്സാഹിക്കണം. ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. സ്തോത്രം. ഒടുവിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അവസാനം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് എന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, സ്തോത്രം, നാം നമ്മുടെ ചിന്തകൾ ഈ നിലയിലേക്ക് കൊണ്ടുവരണം. സത്യമായതൊക്കെയും ചിന്തിച്ചുകൊള്ളണം. പ്രൈസ് ഗോഡ്. യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഭാരപ്പെട്ടു പോകും, പലപ്പോഴും നിരാശപ്പെട്ടു പോകും, പലപ്പോഴും തളർന്നു പോകും. പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് ഒരു സത്യമുണ്ട്. അത് നമ്മുടെ ദൈവമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ വചനമാണ്.